ജീവിക്കുന്ന പരിസരത്തെ കരുതലോടെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം നാടൊട്ടാകെ ആചരിച്ചു. കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ പി ശശികല വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വിപുലമായാണ് നാടെങ്ങും ആചരിച്ചത്. സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാംഗണത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 നമ്മൾ ആചരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മരങ്ങളും അതുകൊണ്ട് തന്നെ പച്ചക്കറികളടക്കം നട്ടുകൊണ്ടാണ് നമ്മൾ ഈ ജൂൺ 5 ആചരിക്കുന്നത്. ഈ പ്രാവശ്യം അതേപോലെ തന്നെ നമ്മൾ ആചരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ വൈകി വരുന്ന വർഷകാലം, അതുപോലെ തന്നെ വേനൽക്കാല മഴകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ നാടിനെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മരങ്ങളുടെയും പുഴകളുടെയും ഒക്കെ തന്നെ പുഴ നിറഞ്ഞൊഴുകാനുള്ള സൗകര്യമില്ല. മരങ്ങളെല്ലാം തന്നെ വെട്ടിമുറിച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിനെല്ലാം കാരണം. ആ പരിസ്ഥിതിയെ നമ്മൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തെമ്പാടും ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ, UDF പാർലമെന്ററി പാർട്ടി നേതാവ് CS ഭാഷ, കൗൺസിലർമാരായ രഞ്ജിതം, രാജശ്രീ കമ്മത്ത്, നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ, ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ, കൃഷി ഓഫീസർ, മറ്റ് നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.